ആലപ്പുഴ ചെങ്ങന്നൂർ ആല സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതിയുമായി നിക്ഷേപകർ രംഗത്ത്. നിക്ഷേപ തുകയോ പലിശയോ ലഭിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. 1 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നിക്ഷേപമുള്ള ബാങ്കിൽ കഴിഞ്ഞ 6 മാസമായി കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപ തുകയോ പലിശയോ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നില്ലെന്നാണ് ആരോപണം. ഈ ബാങ്കിൽ തട്ടിപ്പ് നടന്നു എന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ ഒരു ആവശ്യം, നമ്മളെല്ലാം നമ്മുടെ സ്ഥിര നിക്ഷേപകരാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. നമുക്ക് കിട്ടാനുള്ള പണം നമുക്ക് കിട്ടണം. നമുക്ക് പണവും കിട്ടുന്നില്ല, പലിശയും കിട്ടുന്നില്ല. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് KG ശിവശങ്കരപ്പിള്ള രക്ഷാധികാരിയായും PD വാസുദേവൻ പ്രസിഡന്റായും യോഹന്നാൻ ജോൺ സെക്രട്ടറിയുമായുള്ള 9 അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥിര നിക്ഷേപ കൂട്ടായ്മയുടെ പൊതുയോഗം ചേർന്നു. നമുക്കറിയാം, കഴിഞ്ഞ 10-80 വർഷമായിട്ട് ആലായുടെ ഒരു ജീവസ്പന്ദമായി നിലനിന്നിരുന്ന ഈ ബാങ്ക് കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മളുടേതായ ആവശ്യം, ചെറിയ ആവശ്യം, വിവാഹ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ആവശ്യമായോ അല്ലെങ്കിൽ ദൈനംദിന ചെലവുകൾക്കോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പണം ഡെപ്പോസിറ്റ് ചെയ്ത പണം അത് തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പം വെറും നിഷേധാത്മകമായ ഒരു സമീപനമാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിക്ഷേപകർക്ക് വായ്പാ കുടിശ്ശിക ലഭിക്കാൻ വേണ്ട എല്ലാ നടപടികളും നടത്തി വരുന്നുണ്ടെന്ന് പ്രൊഫസർ KK വിശ്വനാഥൻ പറഞ്ഞു. എല്ലാ സഹായങ്ങളും സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുമെന്നും നിക്ഷേപകർക്ക് ഇൻഷുറൻസ് ലഭിക്കുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.